ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങ കൊണ്ടുള്ളൊരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ വഴുതനങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കുക. അത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2-3 കരയാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ഇട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇനി എല്ലാം ഒന്ന് നമുക്ക് കോരിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് സവോള, 2 സവോള, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റി വേകാൻ വേണ്ടി മൂടി വയ്ക്കാം. ഇപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ജാറ് കഴുകിയ വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും ഒഴിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇതേപോലെ ആയി കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ വഴുതനങ്ങ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ പകുതി ഫ്രൈ ആയതാണ്. ഇനി അതിലിട്ട് കുറച്ച് നേരം കൂടെ 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ചാറൊക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ വെന്തോന്ന് നോക്കുക. ഉപ്പ് നോക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ അടുപ്പത്ത് വയ്ക്കുക. ഇത് ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്